ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നലെ തുടരുന്ന സിനിമയിലെ ഏവരും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു പാട്ട്, അതായത് MG ശ്രീകുമാർ നമ്മുടെ വേൽമുരുക ടൈപ്പ് അത്രയും ഇനി ഉത്സവങ്ങളിലെല്ലാം കൊണ്ടാട്ടമായിട്ട് കൊണ്ടാടാൻ പറ്റുന്ന ഒരു കൊണ്ടാട്ടം സോങ് ഇന്നലെ വരുന്നു എന്ന് പറഞ്ഞ് 6 മണിക്ക് റിലീസ് ചെയ്ത സോങ്ങാണ് കൊണ്ടാട്ടം എന്ന് പറയുന്ന തുടരുന്ന സിനിമയിലെ അവർ ക്രിയേറ്റ് ചെയ്ത. കാരണം ഒരു ഹാളിൽ അവർ മൊത്തത്തിൽ സെറ്റിട്ട് ചെയ്തൊരു പാട്ടാണത്. ആ ഒരു പാട്ടിൻ്റെ ആ സെറ്റിട്ടതാണെന്നുള്ളത് കറക്റ്റായിട്ട് ആ ഒരു പാട്ട് വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ പാട്ടിൻ്റെ ഗുണത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ആ പാട്ട് ഒരു ആവറേജ് ആയിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ വേൽമുരുക പോലത്തെ ഒരു പാട്ടൊന്നും അല്ല അത്. വേൽമുരുക എന്ന് പറഞ്ഞ പാട്ട് എന്ന് പറഞ്ഞത് 100 ആണെങ്കിൽ ഇതിനൊരു 50 കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അത്രയ്ക്ക് ഈ സിനിമയിൽ ഈ പാട്ടിനെ ഉൾക്കൊള്ളിക്കാതിരുന്നതിന് നമ്മുടെ തന്മൂർത്തിക്ക് ഒരു നന്ദി. കാരണം ഈ സിനിമയുടെ മൂടേ പോകുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, മോഹൻലാലിന്റെ പെർഫോമൻസിനെ കുറിച്ചൊന്നും പറയാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പാട്ടിനനുസരിച്ചുള്ള രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ പാട്ട് എനിക്ക് അത്ര വലിയൊരു പാട്ടായിട്ട് തോന്നിയിട്ടില്ല. പല യൂട്യൂബ് ചാനലുകൾ നോക്കിയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല എന്നുള്ള അവരുടെ മുഖത്ത് തന്നെ ഉണ്ട്. ആ പാട്ട് അത്രയ്ക്ക് പ്രതീക്ഷേൻ്റെ അത്ര ഇല്ലെന്നുള്ളത് അവർക്ക് തന്നെ ഉണ്ട്. പക്ഷെ അവരത് പറയുന്നില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയും. പടം നല്ല അടിപൊളി പടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പടത്തിനെ കുറിച്ചൊന്നും ഞാൻ ഈ പാട്ട് കൊള്ളുക എന്ന് പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഒരു ആവറേജ് ആയിട്ട് കൊള്ളൂരെന്ന് പറയാൻ പറ്റില്ല. അത്ര വലിയ പാട്ടുകളൊന്നും മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ അടിച്ചുപൊളി പാട്ടുകളിൽ നമ്മളെ വേൽമുരുക പോലത്തെ പാട്ടാണെന്ന് പറയുന്നതിൽ മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ. കാരണം വേൽമുരുകയിൽ അത്രയൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു വേറെ ലെവൽ പാട്ടല്ലേ വേൽമുരുക. അത് നമ്മൾ തന്നെ ആടി കളിച്ചു പോകും. പക്ഷെ ഈ പാട്ട് നിങ്ങൾക്ക് ഞാൻ ഈ കൊണ്ടാട്ട അത് ഏതോ തമിഴ് സിനിമയിൽ അതൊരു തമിഴ് സിനിമയിൽ ഒരു പാട്ടാണ്. ഈ പെട്ടത് ഏത് പാട്ടെന്ന് വരുന്നില്ല, അതിൻ്റെ അതേ ടേണ്. പിന്നെ വേറെ ആ പാട്ടിനകത്ത് പല പാട്ട് സിംഗംപുലി എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയുണ്ട്. ആ സിനിമയിലെ പാട്ടിന്റെ ഒരു ജസ്റ്റ് ഇതൊക്കെ ആ ഒരു പാട്ടാണ് ഈ കറക്റ്റ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു പാട്ടിന്റെ ഒരു കറക്റ്റ് ആ ഒരു ടൂണ് മാറ്റി എഴുതിയിരിക്കുന്നത് പോലെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് നമുക്ക്. എന്തായാലും ഈ ടൂണ് ഒരു ഒറിജിനൽ ടൂൺ അല്ല ഈ സിനിമയ്ക്കകത്ത് വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഈ സിനിമ ഈ പാട്ട് കൊള്ളുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡിഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം പലർക്കും അത് തോന്നിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം എന്നുള്ളതല്ല. അല്ലെങ്കിൽ നമുക്ക് കയറി അഭിനയിക്കാനൊന്നും പറ്റൂല. നമുക്ക് വലിയൊരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇതായിട്ട് തോന്നുന്നില്ല. അത് ഞാൻ പറയണമല്ലോ. കാരണം നമുക്കൊരു കാര്യം നമുക്ക് തോന്നുന്ന കാര്യം നമ്മൾ പറയുക. അതാണ് നമ്മൾ ഈ ചാനലിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളൊരു പടത്തിനെയോ ഒരു പാട്ടിനെയോ നെഗറ്റീവ് ആക്കിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഈ സിനിമയെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല സിനിമ തന്നെയാണ്. പറയാൻ വേണ്ടി പറഞ്ഞതല്ല, അത്രയ്ക്ക് നല്ല സിനിമയായിരുന്നു. പക്ഷെ പാട്ട് അത്രയ്ക്ക് എനിക്ക് തോന്നിയില്ല. MG ശ്രീകുമാറൊക്കെ ഒരു വേൽമുരുക പോലത്തെ പാട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ അടിപൊളി ഒരു പാട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു ആവറേജ് പാട്ടിൽ ഒതുങ്ങി. മോശമൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് പ്രതീക്ഷേൻ്റെ അത്ര കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് മുൻപോട്ട്. നന്ദി, നമസ്കാരം.